തുടർച്ചയായ രാഷ്ട്രീയ തിരിച്ചടികൾക്കും സംഘടനാതലത്തിലെ വെല്ലുവിളികൾക്കും പിന്നാലെ ബി.ജെ.പിയിൽ വൻ പുനഃസംഘടനയ്ക്ക് കളമൊരുങ്ങുന്നു. സംഘടനാ അഴിച്ചുപണിക്ക് പിന്നാലെ കേന്ദ്ര മന്ത്രിസഭയിലും മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചനകൾ. പാർട്ടിയുടെ പുതിയ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ചുമതലയേറ്റതിന് പിന്നാലെയുള്ള ആദ്യ സംഘടനാ പുനഃക്രമീകരണം എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. പുതിയ ദേശീയ ഭാരവാഹി പട്ടികയിൽ യുവതലമുറയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുക, തെരഞ്ഞെടുപ്പ് തിരിച്ചടികൾ നേരിട്ട സംസ്ഥാനങ്ങളിൽ സംഘടനയെ ശക്തിപ്പെടുത്തുക, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി പുതിയ നേതൃത്വത്തെ രംഗത്തിറക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിനുള്ളത് എന്നാണ് സൂചന. ദേശീയ പ്രവർത്തക സമിതിയിലേക്കും ദേശീയ ഭാരവാഹി നിരയിലേക്കും കേരളത്തിൽ നിന്ന് 3 പ്രധാന നേതാക്കളുടെ പേരുകളാണ് സജീവമായി പരിഗണിക്കപ്പെടുന്നതെന്നാണ് വിവരം. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് അനൂപ് ആന്റണിയുടെ പേരാണ്. യുവമോർച്ച പ്രഭാരി എന്ന ചുമതല ഒഴിഞ്ഞതിനു ശേഷം ദേശീയതലത്തിൽ കാര്യമായ ഉത്തരവാദിത്തം ലഭിക്കാതിരുന്ന അനൂപ് ആന്റണിക്ക് പുതിയ പുനഃസംഘടനയിൽ നിർണായക സ്ഥാനം ലഭിച്ചേക്കുമെന്നാണ് പ്രതീക്ഷ. ബി.ജെ.പിയുടെ യുവതലമുറയെ ദേശീയ നേതൃത്വത്തിലേക്ക് കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടായിരിക്കും അദ്ദേഹത്തിന് പുതിയ ചുമതല നൽകുകയെന്നും സൂചനയുണ്ട്. അതേസമയം നിലവിലെ ദേശീയ സെക്രട്ടറിയായ അനിൽ ആന്റണിക്കും ദേശീയ നേതൃത്വത്തിൽ തുടരാൻ സാധ്യത ഏറെയാണ്. കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള യുവ നേതാക്കളിൽ ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സംഘടനാ പരിചയവും ദേശീയ തലത്തിലെ പ്രവർത്തനവും പുതിയ ഭാരവാഹി പട്ടികയിൽ പരിഗണിക്കപ്പെടുമെന്നാണ് സൂചന. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കാര്യത്തിലും അവസാനഘട്ട ചർച്ചകൾ തുടരുകയാണ്. പ്രായപരിധി സംബന്ധിച്ച് പാർട്ടിയുടെ മാനദണ്ഡങ്ങളിൽ ഇളവ് ലഭിക്കുന്ന പക്ഷം ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ പ്രധാനപ്പെട്ട ചുമതല ലഭിക്കാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ തള്ളുന്നില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് സംഘടനാ പുനഃസംഘടനയിൽ ചില സംസ്ഥാനങ്ങൾക്ക് ബി.ജെ.പി പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. അധികാരം നഷ്ടപ്പെട്ട കർണാടകയിൽ സംഘടനയെ വീണ്ടും ശക്തിപ്പെടുത്തുകയും അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരവിന് അടിത്തറയൊരുക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഒരു മുതിർന്ന നേതാവിനെ കർണാടകയുടെ സംഘടനാ ചുമതലയിലേക്ക് നിയോഗിക്കാനും സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ ആഭ്യന്തര ഗ്രൂപ്പ് തർക്കങ്ങൾ പരിഹരിക്കുകയും പ്രവർത്തകരെ വീണ്ടും സജീവമാക്കുകയും ചെയ്യുക എന്നതും പുതിയ നേതൃത്വത്തിന്റെ പ്രധാന ദൗത്യമായിരിക്കും. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശും ബി.ജെ.പിയുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രമാണ്. വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളും സർക്കാരിനെതിരായ വിമർശനങ്ങളും പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിച്ചെന്ന വിലയിരുത്തലിനിടെയാണ് സംഘടനയിൽ മാറ്റങ്ങൾ വരുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും രാഷ്ട്രീയമായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്ന സാഹചര്യത്തിൽ യു.പിയിൽ നഷ്ടപ്പെട്ട ജനപിന്തുണ തിരിച്ചുപിടിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരിക്കും പുതിയ സംഘടനാ സംവിധാനമെന്നാണ് സൂചന. ദേശീയ ഭാരവാഹി നിർണയം പൂർത്തിയായതിനു പിന്നാലെ തന്നെ കേന്ദ്രമന്ത്രിസഭയിലും പുനഃസംഘടന ഉണ്ടായേക്കുമെന്നതാണ് ഡൽഹിയിലെ മറ്റൊരു പ്രധാന ചർച്ച. ചില മന്ത്രിമാരെ സംഘടനാ ചുമതലകളിലേക്ക് മാറ്റുകയും പുതിയ മുഖങ്ങളെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാനുള്ള സാധ്യതയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചർച്ച ചെയ്യുന്നത്. നിർമ്മല സീതാരാമൻ, ഹർദീപ് സിംഗ് പുരി തുടങ്ങിയ മുതിർന്ന മന്ത്രിമാരുടെ കാര്യത്തിലും മാറ്റമുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ തരുൺ ചുഗ്, രാഘവ് ചദ്ദ തുടങ്ങിയ നേതാക്കളുടെ പേരുകളും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുവെന്ന ചർച്ചകൾ സജീവമാണ്. എന്നാൽ അന്തിമ തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി.ജെ.പി കേന്ദ്ര നേതൃത്വവും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷമായിരിക്കും. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ദേവേന്ദ്ര ഫഡ്നാവിസിനെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം സഖ്യകക്ഷികളിൽ നിന്നുണ്ടാകുമെന്നാണ് സൂചന. സംസ്ഥാന രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന്റെ പരിചയവും ഭരണപരമായ പശ്ചാത്തലവും കണക്കിലെടുത്താണ് കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന ചർച്ചകൾ ഉയരുന്നത്. അതേസമയം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം, സഖ്യകക്ഷികളുടെ താൽപര്യം, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എന്നിവ മന്ത്രിസഭാ പുനഃസംഘടനയിൽ നിർണായക ഘടകങ്ങളാകും. പശ്ചിമബംഗാളിൽ ബി.ജെ.പി നേടിയ മുന്നേറ്റം കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയിലും പ്രതിഫലിക്കുമെന്ന സൂചന നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരുന്നു. സംസ്ഥാനത്തിന് മന്ത്രിസഭയിൽ കൂടുതൽ പ്രാതിനിധ്യം നൽകുമെന്ന പ്രഖ്യാപനത്തിനൊപ്പം തൃണമൂൽ കോൺഗ്രസ് എംപിമാരുടെ ബി.ജെ.പിയിലേക്കുള്ള നീക്കങ്ങളും ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ നേടുന്നുണ്ട്. ഇതിനിടെ കേരളത്തിൽ നിന്നുള്ള അടുത്ത കേന്ദ്രമന്ത്രി ആരായിരിക്കുമെന്നതും നിർണായക ചോദ്യമാണ്. നിലവിൽ കേന്ദ്രമന്ത്രിയായിരുന്ന ജോർജ് കുര്യൻ സ്ഥാനമൊഴിഞ്ഞ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിസഭയിലേക്ക് ഒരു പുതിയ മുഖത്തെ പരിഗണിക്കുമോ എന്നതാണ് ബി.ജെ.പി പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്നത്. സംസ്ഥാനത്തെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്നതിനും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനും കേരളത്തിന് കേന്ദ്രമന്ത്രിസഭയിൽ പ്രാതിനിധ്യം നൽകേണ്ടതുണ്ടെന്ന ആവശ്യം ബി.ജെ.പിക്കുള്ളിൽ ശക്തമാകാനും സാധ്യതയുണ്ട്. പുതിയ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആദ്യ വലിയ സംഘടനാ പുനഃസംഘടന എന്നതാണ് ഇത്തവണത്തെ നീക്കത്തിന്റെ പ്രധാന പ്രത്യേകത. യുവ നേതാക്കൾക്ക് കൂടുതൽ അവസരം നൽകുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പ് തിരിച്ചടികൾ നേരിട്ട സംസ്ഥാനങ്ങളിൽ പരിചയസമ്പന്നരായ നേതാക്കളെ നിയോഗിച്ച്
പങ്കുവച്ച് സംഘടനയെ പുനരുജ്ജീവിപ്പിക്കുകയെന്ന ഇരട്ടതന്ത്രമായിരിക്കും BJP സ്വീകരിക്കുകയെന്നാണ് സൂചന. സംഘടനാ അഴിച്ചുപണിക്ക് പിന്നാലെ മന്ത്രിസഭയിലും മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത് BJPയുടെ അടുത്തഘട്ട രാഷ്ട്രീയ തന്ത്രത്തിന്റെ വ്യക്തമായ സൂചനയായിരിക്കും. പ്രത്യേകിച്ച് കേരളം, കർണാടക, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്ക് ലഭിക്കുന്ന പരിഗണന ഏറെ പ്രാധാന്യമുള്ളതാണ്. അതിനാൽ തന്നെ പുതിയ ദേശീയ ഭാരവാഹി പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള 3 നേതാക്കൾക്ക് ലഭിക്കുന്ന സ്ഥാനവും അതിന് പിന്നാലെ കേന്ദ്രമന്ത്രിസഭയിൽ കേരളത്തിന് ലഭിക്കുന്ന പ്രാതിനിധ്യവും വരും ദിവസങ്ങളിൽ BJPയുടെ ദേശീയ രാഷ്ട്രീയ നീക്കങ്ങളിൽ ഏറെ ശ്രദ്ധേയമാകും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.